നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി ഒരു വിപത്തിനെ നേരിടാൻ അണിനിരന്നിരിക്കുന്നു. അതിന് പ്രചോദനമായത് നമ്മുടെ മലയാളത്തിലെ രണ്ട് പ്രമുഖ ചാനലുകളാണ്. ആദ്യം റിപ്പോർട്ടർ ചാനൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി പൊതുസമൂഹത്തിനിടയിൽ അവർ കടന്നു ചെന്നു. എല്ലാവരുമായും, കുട്ടികളുമായും മുതിർന്ന രക്ഷിതാക്കളുമായും എല്ലാവരുമായും സംവാദങ്ങൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ തിരഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തീർച്ചയായും ഇതിനെതിരെ പൊരുതിയെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. മറ്റൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ അതെനിക്കൊരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ഒരു വലിയ പ്രചോദനമാണത്. അതുകൊണ്ട് നിങ്ങളിൽ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കുക. ഒരു വീഡിയോ ചെയ്യണം, ഇന്നത് ചെയ്യണം, അങ്ങനെ പലരും പല മെസ്സേജുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതെന്നെ അറിയിക്കണം. ഒരു പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. തീർച്ചയായും ആ അഭിപ്രായം മാനിച്ച് ഞാൻ ആ വീഡിയോ ചെയ്യും. കാരണം ഈ വീഡിയോയിലൂടെ, ഈ ചാനലിലൂടെ ഞാൻ പറയുന്നത് എൻ്റെ നിലപാടുകളാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിലപാടുകളുണ്ടല്ലോ. ആ നിലപാടുകൾ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നടത്തുന്നത്. എനിക്ക് മറ്റൊരു ചാനലുണ്ട്, അത് വെറും അതിൽ മമ്മൂക്കായും അല്ലെങ്കിൽ സിനിമ ഫീൽഡുമായി ബന്ധപ്പെട്ട ഇതാണ് ഞാൻ ആ ചാനലിൽ ചെയ്യുന്നത്. വെറും സിനിമ മാത്രമാണ്. മുമ്പൊരിക്കൽ ഒന്ന് രണ്ട് മറ്റ് പ്രതികരണങ്ങൾ അതിൽ നടത്തിയിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഒരു വ്യക്തി പറഞ്ഞ്, നിങ്ങൾ മറ്റൊരു ചാനലായി അതിനെ നടത്തൂ, എങ്കിൽ മാത്രമേ അതിനൊരു നല്ലൊരു സ്വീകരണം അതിന് കിട്ടൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു ചാനലായി മാറി, ഇതിനൊരു ചാനലാക്കി മാറ്റിയത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിലെ കുട്ടികളെ മൊത്തത്തിൽ വേരോടെ അറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സമൂഹത്തിൽ നിന്നും പുതിയ തലമുറ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേ മയക്കുമരുന്നും ടീമുകളുമായി നമ്മുടെ നാട് മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ കർണാടകത്തിലും ഉണ്ട്, അവിടെയും പിടിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇപ്പൊ 75 കോടി രൂപയുടെ വലിയൊരു മയക്കുമരുന്ന് വേട്ട അവർ നടത്തി, അവർ പിടിച്ചു. കർണാടകത്തിലെ തന്നെ അവർ പറയുന്നത് ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നത്. തീർച്ചയായും ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, കാരണം അവർക്ക് അവിടെ ഇതെല്ലാം സുലഭമാണ്, അവർക്ക് ഇതിനൊരു വിഷയമേ അല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് ഒരു പേടിയില്ല, ഭയമില്ല. കുറച്ച് നാള് ജയിലിൽ പോയി കിടക്കും. ഇതിന്റെ വലിയ വലിയ കണ്ണികൾ അവർ ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് അവർക്കിതൊരു വിഷയമേ അല്ല. ആലോചിക്കണം, 14, 15, 11 വയസ്സായ കുട്ടികൾ ഇതിന് തീർത്തും അടിമപ്പെടുന്നു. അവർ സമൂഹത്തിൽ എന്താണോ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത ഒരു കണ്ടീഷൻ. അപ്പോൾ പല ഡോക്ടേഴ്സും ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾ പോലും പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നും മോചനം നേടിയിട്ടുള്ള വ്യക്തികൾ പോലും പറയുന്ന വിഷയം, ഇത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. അപ്പോൾ ഈ കുട്ടികൾക്കൊരു കൗതുകം, ഇത് ഒരു തവണ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഈ കൗതുകം അവൻ്റെ ജീവിതം തന്നെ മാറ്റുകയാണ് ചെയ്യണത്, അവൻ്റെ ജീവൻ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യണത്. നാടിനും വേണ്ട, വീടിനും വേണ്ട, ഒരു മനുഷ്യനും വേണ്ട, എല്ലാവരാൽ വെറുക്കപ്പെട്ട ഒരു ജന്മമായി കുട്ടികൾ മാറുന്നു. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. നല്ല നിലയിൽ പഠിച്ച് വിദ്യാഭ്യാസം പൂർണ്ണമായും പൂർത്തിയാക്കി ഈ സമൂഹത്തിന്, ഈ സമൂഹത്തിലെ മറ്റുള്ളവർക്ക്
പിന്നെ നല്ല സേവനങ്ങൾ ചെയ്യാനുള്ള കുട്ടികളാണ് ഈ സമൂഹത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ആലോചിക്കണം, ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഇന്ന് ഈ ശ്രീകണ്ഠൻ നായരുടെ അദ്ദേഹത്തിന്റെ 40 വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ അദ്ദേഹം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. വലിയ സ്വീകരണം തന്നെയാണ് അതിന് കിട്ടിയത്. അതിൽ തർക്കമൊന്നുമില്ല. ഓരോ അമ്മമാരുടെയും കണ്ണിന്റെ വെളിച്ചമാണ് അത് സമൂഹത്തിൽ പകർന്നു നൽകേണ്ട വലിയ ഒരു വിപത്തിനെ ചെറുക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പരിപാടി ശ്രീകണ്ഠൻ നായർ സംഘടിപ്പിച്ചത്. അത് വലിയ അഭിനന്ദനാർഹമായ ഒരു വിഷയം തന്നെയാണ്. എന്തെന്നാൽ റിപ്പോർട്ടർ ചാനലും ഇപ്പോൾ രണ്ടാമത് ഈ 24-ഉം അവർ രണ്ടുപേരും ചേർന്ന് ഈ വിപത്തിനെ നമ്മുടെ കേരളത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കുവാൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഒരു എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. കാരണം അദ്ദേഹം അവതരിപ്പിക്കുന്ന പല പരിപാടികളും എല്ലാവരും കൗതുകത്തോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഇത് ഒരു വ്യക്തിയിൽ ഒതുങ്ങിപ്പോകേണ്ട കേസുകൾ ആലോചിക്കണം. നമ്മുടെ കേരള പോലീസ് വളരെ സന്ദർഭോചിതമായ രീതിയിൽ ഒരു വ്യക്തി ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മയക്കുമരുന്നും കാര്യങ്ങളുമായി ഉണ്ടെന്നാണ് ന്യൂസുകൾ കേൾക്കുന്നത്. താൻ ബാഗുമെടുത്ത് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് പുള്ളിയെ പിടിക്കുന്നത്. 500-ന്റെ ഒരു വലിയ കെട്ട് അദ്ദേഹത്തിന് വെച്ച് നീട്ടി. പക്ഷേ അദ്ദേഹം ആ സംഭവം നിരസിക്കുകയോ മറ്റൊന്നും അതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് വളരെ സൗമ്യമായ രീതിയിൽ നിക്കി ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് മറ്റു ഉദ്യോഗസ്ഥന്മാരെ, അദ്ദേഹത്തിന്റെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യണുണ്ടായത്. രക്ഷപ്പെട്ടിരുന്നെങ്കിലോ അമേരിക്ക പോലും തേടി നടക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ്. അതുപോലെയാണ് 2 നൈജീരിയക്കാരെ അറസ്റ്റ് ചെയ്തത്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആണെന്നും പെണ്ണെന്നും പറയുന്നു. യഥാർത്ഥത്തിൽ 2 പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. ഇവരാകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ. എത്ര കിലോയാണ് കൊണ്ടുവന്നത്? ഇത് മുഴുവനും നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, കേരളത്തിൽ ആദ്യം മയക്കുമരുന്നാവട്ടെ, മദ്യമാവട്ടെ, അല്ലെങ്കിൽ കഞ്ചാവാവട്ടെ, എന്തുമാകട്ടെ, കേരളത്തിൽ എല്ലാവരും സാധാരണ പറയാറുണ്ട് കൊച്ചിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്നത്. അങ്ങനെയല്ല, കാസർഗോഡ് നിന്നാണ് ഇത് തുടങ്ങുന്നത്. അവിടം മുതൽ കൊച്ചി എത്തുമ്പോൾ, കൊച്ചി ഒരു പണ്ടത്തെ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ബോംബെ എങ്ങനെ അധോലോകത്തിന്റെ സ്ഥലമെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ കൊച്ചിയുടെ അവസ്ഥ. അപ്പോൾ കൊച്ചിക്കാർ ഇതിന് മുന്നിട്ടിറങ്ങണമെന്നാണ്. 2 മണിക്കും 3 മണിക്കും ഇടയിൽ 4 പേരെ ഇവർ പിടികൂടി. ആ പിടികൂടിയ സംഘത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവരെ കിട്ടിയത്? ഞങ്ങൾ ഈ നാട്ടിലെ ഇത്തരം വിഷയങ്ങൾ, ഈ MDMAയുടെ ഉപയോഗം വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ഇതിൻ്റെ ഉപയോഗം വളരെ സാർവത്രികമായിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് റമദാനൊക്കെ വന്നല്ലോ. അപ്പോൾ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ജാഗ്രതാ സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാ പൊതുപ്രവർത്തകരെയും എല്ലാ പാർട്ടിക്കാരെയും സംഘടിപ്പിച്ച് റെസിഡൻസ് അസോസിയേഷൻ തന്നെയാണ് ഇതിനെ മുൻകൈട്ടെടുത്തത്. ഇന്ന് നമ്മൾ 4 പ്രതികളെ പുലർച്ചെ പിടിച്ചു. അതെങ്ങനെ അവരെ? അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ ഇതിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഉദ്ദേശം 3-3:30 മണിയായപ്പോൾ 2 ബൈക്കിൽ വളരെ വേഗതയിൽ ഈ പയ്യന്മാർ 2 ബൈക്കിലായിട്ട് പോകുന്നു. പിടിച്ചു നിർത്തിയിട്ട് കാര്യം തിരക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വിശദമായി ചോദിച്ചപ്പോൾ MDMA ആണ്, ആർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. അത് ആ വീട്ടിലെ ഒരാൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആ വണ്ടി പരിശോധിച്ചപ്പോൾ അതിനകത്ത് MDMA കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ പോലീസ് ഇവരെ കൊണ്ടുപോയി ചെയ്തു. ആ വീട്ടിലേക്ക് എന്നിട്ട് വീട്ടിലേക്ക് പോയില്ല. റോഡ് സൈഡിൽ തന്നെ, വീടിൻ്റെ ആ റോഡ് ഫ്രണ്ടിൽ 4 പേരും ഉണ്ടായിരുന്നു. 4 പേരുണ്ട്. ഈ 4 പേരും ഈ 2 ബൈക്കിലായിട്ടുണ്ട്. 2 ബൈക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ 2 പേരെയും കൂടെ പിടിച്ചിരുന്നോ? ഇന്നലെ വൈകിട്ട്? ഇന്നലെ വൈകുന്നേരം 2 പേര് മണിക്ക്. ഇത് ജാഗ്രതാ സമിതി 40 പേര് അടങ്ങുന്ന ഒരു സ്ക്വാഡ് ഞങ്ങളിങ്ങനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ അല്ലേ, 3-4 ദിവസം മുമ്പാണ് 2 പേര്. അതായത് ഒരാഴ്ചയോളായി. പിടിച്ചത് ഇന്നലെയാണ്. ഞങ്ങൾ രാത്രി ഈ 40 സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ 10 മണിക്ക് ശേഷം ഈ ആൾക്കാരെല്ലാം പുറത്തിറങ്ങി ഈ നമ്മുടെ ഈ പ്രദേശങ്ങൾ മൊത്തം ഇങ്ങനെ നടന്ന്, അതായത് ഈ പൂന്തുറ പ്രദേശം, നമ്മുടെ ഈ റെസിഡൻസ്, ഈ 5ഓളം റെസിഡൻസുകൾ അടങ്ങിയിരിക്കുന്ന ഈ റെസിഡൻസിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ നടന്ന് ഞങ്ങൾ
ഇത് ഈ നമുക്കറിയാമല്ലോ കുറേ ആ ഭാഗത്ത് ആ പയ്യന്മാർ കൂടി നിൽക്കുന്ന ഭാഗങ്ങളും ഇത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇവിടെ എല്ലാവർക്കും അറിയാം, പോലീസുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഇവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ഇറങ്ങിയതിലാണ് ഈ ഇവർ പിടിക്കപ്പെടുന്നത്. ചെറുപ്പക്കാരെ പിടിക്കാൻ ചെറുപ്പക്കാർ തന്നെയാണ്. അതെ അതെ സജീവമായിട്ടുണ്ട്. ചെറുപ്പക്കാരെല്ലാം മുന്നിട്ട് തന്നെ ഇറങ്ങുന്നത്, ഇതിന് ഒരു കോംപ്രമൈസും ഇല്ല. ചെറുപ്പക്കാർ മൊത്തത്തിൽ ഇതിൽ ഒന്നടങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഇറങ്ങുമ്പം സ്വാഭാവികമായിട്ടും അവരൊന്നും പേടിക്കും എന്ന് വിചാരിക്കാം. അതെ, നമ്മുടെ നാട്ടിനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിത്തരും. എൻ്റെ ഒരു അപേക്ഷ. കാരണം നമ്മുടെ തലമുറ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടിവേര് അറ്റുപോകുന്ന രീതിയിലാണ് ഓരോ കുടുംബത്തെ. മോട്ടിവേഷൻ ക്ലാസ്സിന് ഞാൻ കേൾക്കാനിടയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് സത്യം, അത് സത്യസന്ധമായാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ തലമുറയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചുകൊള്ളുക, തർക്കമില്ല. നിങ്ങളിപ്പോൾ ജീവനോടുണ്ടല്ലോ, അപ്പം നിങ്ങൾ ജീവിച്ചുകൊള്ളുക. എന്തെന്നാൽ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്, വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ സർവ്വനാഡീ ഞരമ്പിലും ഈ ആൽക്കഹോളും ഈ പിന്നെ മയക്കുമരുന്നും നിറഞ്ഞിരിക്കുകയാണ്. അതിൽ ജനിക്കുന്ന കുട്ടി തീർച്ചയായും നാളെ അവൻ ഇതിന് അടിമപ്പെടും. ഇപ്പോൾ മദ്യം കഴിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന അതിൽ ആ രക്തത്തിൽ പറക്കുന്ന കുട്ടികൾ തീർച്ചയായും എപ്പോഴെങ്കിലും അതിന് അവർ അടിമപ്പെടും. അപ്പോൾ അതുപോലെ ഇതിൽ നിങ്ങളുടെ ബ്ലഡിനകത്ത് മറ്റൊന്നും ഉണ്ടാവില്ല, ഈ സാധനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത്. ആയതിനാൽ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ജനിക്കുന്ന കുട്ടികൾ അംഗവൈകല്യമോ മന്ദബുദ്ധിക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ജനിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അങ്ങനെയാണ്. പല ഡോക്ടറും പറയുന്നത് അങ്ങനെയാണ്. ഇത് ഈ MDMA അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ആ തലമുറയെ നശിക്കുന്നു. ഒരു പക്ഷേ അവനിനി ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇനി പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവന് ഏതെങ്കിലും തരത്തിൽ ഒരു പയ്യനെ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവന് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൻ വീണ്ടും ചിലപ്പോൾ അതിൽ പോകില്ല എന്ന് എന്താ ഉറപ്പ്? ഈ കേരളത്തിലെ കുട്ടികൾ എങ്ങനെയാണ് ഇനി ഈ വിവാഹിതരാകുന്നത്? ഇതിൽ കുറച്ച് പെൺകുട്ടികളുമുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ട്, പിന്നെ കുടുംബത്തിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്. ഇതെല്ലാവരും ഇതിന് അടിമപ്പെട്ടു. ഈ അടിമപ്പെടാനുള്ള ഒരു മെയിൻ കാരണം ഇത് സുലഭമായി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വിറ്റ് കഴിഞ്ഞു. ഒരുപാട് വലിയ വലിയ കണ്ണികളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് നമ്മുടെ പോലീസ്, നമ്മുടെ നിയമ സംവിധാനം ഇതിന് മുന്നിട്ടിറങ്ങണം. ഇത്രയും ട്രോളിയിൽ ഒരു ട്രോളിയൊക്കെ 10-30 കിലോയൊക്കെ ഈ സാധനങ്ങൾ ഒരു ട്രോളിക്കകത്തൊക്കെ ഇവർ എങ്ങനെ വെച്ചു കൊണ്ടുവരുന്നത്? അപ്പൊ ഈ എയർപോർട്ടിനകത്തും അതുപോലുള്ള ഉദ്യോഗസ്ഥരും ഇതിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ സാധനം എങ്ങനെ പുറത്തു വരും? അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഇതിൻ്റെ അങ്ങേയറ്റം വരെ തിരക്കി പോകണം. ഇതിൻ്റെ വള്ളി എവിടെയാണോ അവസാനിക്കുന്നത്, ഈ കിട്ടിയ വള്ളി നിങ്ങൾ പിടിച്ച് നിങ്ങൾ അതിൻ്റെ അവസാന അറ്റം വരെ തിരക്കിപ്പോയി ഈ സമൂഹത്തെ രക്ഷിക്കാൻ നിങ്ങൾ തീർച്ചയായും ഇതിനു വേണ്ടി പ്രയത്നിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുപോലെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇതിന് ആരും ആണോ പെണ്ണോ എന്നൊരു വ്യത്യാസമേ ഇല്ല. ആരടിമപ്പെട്ടാലും ശരി, ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അവർ ഇതിനോട് തീർന്നു കഴിഞ്ഞു, അവരിതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ സ്വയം തീരുമാനിക്കണം. സ്വയം തീരുമാനം എന്ന് പറഞ്ഞാൽ ചുമ്മാ എങ്ങനെയെങ്കിലും തീരുമാനിച്ചാൽ പോരാ, നല്ല ഉറച്ച തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ ഒരു പയ്യൻ അതിനെക്കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞത്, നീ സ്വയം തീരുമാനിച്ചാൽ മാത്രം മതി, ഒരു ഡി അഡിക്ഷൻ സെന്ററിലും പോകേണ്ട കാര്യമില്ല, നീ സ്വയം തീരുമാനിക്കുക, ഇതിൽ നിന്നും രക്ഷപ്പെട്ടേ. 70കളുടെ ആദ്യം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിരവധി കോളേജുകളിൽ അധ്യാപകനായിരുന്നതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ തന്നെ എൻ്റെ വിദ്യാർത്ഥികളായിരുന്ന നിരവധി ആളുകൾ എൻ്റെ പരിസരങ്ങളിലെല്ലാം ഇരിപ്പുണ്ട്, ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, എൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരിപ്പുണ്ട്. MG ശ്രീകുമാർ എൻ്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ പോലും ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ കർശനമായിട്ട് കാത്തു നിന്ന് വിളിച്ചിരുത്തി പാട്ട് പാടിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലും അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സീനിയർ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിലുമൊക്കെ ഒന്നാം തരം ലഹരിക്കാരുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് പേര് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ക്യാമ്പസിനകത്തു നിന്നും അത് ഒഴിവാക്കിയതിൻ്റെ രസകരമായ ചരിത്രമുണ്ട്. അത് പക്ഷേ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു
കടുത്ത ആത്മപ്രശംസയോ മറ്റുമായി പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇത്തിരി പോകുന്നില്ല. പ്രശംസിച്ചു സാർ, തള്ളിൻ്റെ കാലമല്ലേ സാർ? പോകുന്നില്ല. അകാലത്തിൽ മരിച്ചുപോയ വിദ്യാർത്ഥികൾ വരെയുണ്ട്. അക്കാലത്ത് നരേന്ദ്രപ്രസാദിൻ്റെ ലഹരിക്കെതിരെ നാടൊട്ടുക്കും പോരാട്ടം നടക്കുകയാണ്. തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ പോരാട്ടം മറ്റൊരു തരത്തിലാണ്. എന്ന് വെച്ചാൽ ഇത് വായിച്ചാൽ മനസ്സിലാവും. ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് 2-ാം വാർഡിൽ ബുക്ക് നമ്പർ 92A താമസിക്കുന്ന സദ്ദാം ഹുസൈനെയും 9-ാം വാർഡിൽ ബുക്ക് നമ്പർ 101 താമസിക്കുന്ന റസൂൽ ഷായെയും ലഹരി ഉപയോഗവും വിൽപ്പനയുടെയും ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ജമാഅത്ത് നടപടി എടുത്തിരിക്കുന്നു. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ പള്ളി കമ്മിറ്റി ഓഫീസിൻ്റെ മറ്റൊരു സ്ഥലം, 2-ാം വാർഡിൽ താമസിക്കുന്ന നാഗൂർ അടിമ മകൻ ഹാഷിമിനെയും 10-ാം വാർഡിൽ താമസിക്കുന്ന ഹനീഫ മകൻ ബാദിഷയെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ ഭാഗമായി ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇതാണ് പള്ളി കമ്മിറ്റിയുടെ ഒരു നടപടി. പോലീസ് ലഹരി പദാർത്ഥത്തിനുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പിടികൂടുകയോ ചെയ്താൽ അവരെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമുക്കൊപ്പമുണ്ട്, പ്രസിഡന്റ് തന്നെയുണ്ട്. എത്ര വർഷം എങ്ങനെയാണ് നടപടി? ഇപ്പം നമ്മൾ ആദ്യം തുടക്കത്തിലുള്ള കേസുകൾ വർഷക്കണക്കാണ്. ഇപ്പം പ്രാഥമിക അംഗത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു ഇതുമില്ല. ഇനി ഈ ജമാഅത്തിൻ്റെ അംഗമേ അല്ല, എന്നേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. വർഷങ്ങളൊന്നും കാലാവധി പറയുന്നില്ല. ഇനി ഇവൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു അടുത്തൊരു ജമാഅത്ത് 1 ഇയറാണല്ലോ ഞങ്ങളുടെ ഈ കാലാവധി. ആ അടുത്ത ജമാഅത്തിൽ ഇവൻ നന്നായി വന്ന് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അവൻ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഫൈനുണ്ടോ? ഫൈനുണ്ട്. 50,000 രൂപയാണ് പിഴ. എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ വിതരണത്തിനായി എത്തിച്ച ലഹരി മരുന്ന് ഇതിന്റെ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അവരാരൊക്കെയാണ്? പ്രജീഷ്, മംഗളൂരുവിലെ വിവിധ കേന്ദ്രങ്ങളിലായി പലതവണയായി പിടികൂടിയ ലഹരി വിൽപ്പനക്കാരിൽ നിന്നാണ് മംഗളൂരു ഈസ്റ്റ് പോലീസിന് ബാംഗ്ലൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഇതേ തുടർന്നാണ് മംഗളൂരുവിൽ നിന്നുള്ള പോലീസ് സംഘം ബംഗളൂരുവിലേക്ക് എത്തിയത്. അവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ 2 പേരെ പോലീസ് പിടികൂടുന്നത്. അവരിൽ നിന്ന് ബാബ ഫാൻഡ, അബിഗേൽ അഡോണിസ് എന്ന ഈ പേരുകളിലുള്ള 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കർണാടക സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് നടന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏകദേശം 75 കോടിയോളം വിപണി മൂല്യമുള്ള ലഹരി മരുന്നുകളാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. സർവ പള്ളി കമ്മിറ്റിക്കാരും അത് പിന്തുടരേണ്ട ആവശ്യകതയും ഇതിന് വളരെ അനിവാര്യമാണ്. ഒരു മുസ്ലിം പള്ളിയുടെ കമ്മിറ്റി എന്ന് മാത്രമല്ല, മറ്റ് ഒരുപാട് സമുദായങ്ങളുണ്ട്, അവർക്കും ഒരുപാട് സംഘടനകളുണ്ട്. ഒരുപാട് പിന്നെ ക്രിസ്ത്യനാവട്ടെ, ഹിന്ദുക്കൾക്കാവട്ടെ, മുസ്ലിമിനാവട്ടെ, അങ്ങനെ ഒരുപാട് എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും അവനവന്റെ സംഘടനകളുണ്ട്. ഈ സംഘടനകളിലെല്ലാം നിങ്ങൾ ഇതൊരു ഉറച്ച തീരുമാനമായി എടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. വീട്ടിൽ നിന്ന് തുടങ്ങണം. ദിവസവും അവന്റെ എല്ലാം ബാഗും ഇവനെ എല്ലാം നിരീക്ഷിക്കുകയും വേണം. അതാണാവട്ടെ പെണ്ണാവട്ടെ. ഒരു ദിവസം പോലും നിങ്ങൾ ഇതിന് അലസ്യഭാവം കാണിക്കരുത്. അലസത കാണിച്ചാൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾ വഴിപിഴച്ചു പോകും. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. സത്യം, ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല. കുട്ടികളോട് നിങ്ങൾ എവിടെ പോയി, എന്തിന് താമസിച്ചെന്ന് ചോദിച്ചാൽ അവർ വയലന്റ് ആവുകയാണ് ചെയ്യണം. കൈ കിട്ടുന്നിടത്ത് മണ്ടയിലടിക്കും. അപ്പൊ അതും പേടിച്ചിട്ട് ആരും ഒന്നും ചോദിക്കുന്നില്ല. ഇനി ചോദിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറരുത്. ഇവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരോട് ഇടപഴകുന്നു, എവിടെ കൂട്ടുകാരാരാണ്, അവരുടെ പശ്ചാത്തലം എന്താണെന്ന് കുടുംബക്കാർ, വീട്ടിലുള്ള രക്ഷിതാക്കൾ തീർച്ചയായും നിങ്ങൾ അന്വേഷിക്കണം. അതുപോലെ വലിയ പങ്ക് വഹിക്കേണ്ട ഒരു വിഭാഗമാണ് ടീച്ചർ, അധ്യാപകർ. അവർ സ്കൂളിൽ നിന്നും വരുന്നില്ല, സ്കൂളിൽ എത്തിയില്ല, അവരന്വേഷിക്കണം, അവർ വീട്ടിൽ തിരക്കണം. ഓരോ സ്കൂളിൻ്റെയും മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഗവൺമെന്റ് ആവട്ടെ, പ്രൈവറ്റ് ആവട്ടെ. നിങ്ങൾ തീർച്ചയായും നിങ്ങളും ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിൽ മാത്രമേ, അതല്ല അവർ വന്ന് ഇന്ന് പഠിച്ചുകൊണ്ട് പോട്ടെ, ഞങ്ങൾക്ക് അതിന്റെ എന്ത് കാര്യം, വരുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നു, അവൻ ചാവേ, അവൻ ജീവിക്കേ, അവൻ പഠിക്കേ, അവൻ എന്തുവേണം ആയിക്കൊണ്ട് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നിങ്ങളിലൂടെയെങ്കിലും ഈ സമൂഹം രക്ഷപ്പെടണം. അതിന് നിങ്ങൾ തീർച്ചയായും എല്ലാവരും ഒറ്റക്കെട്ടായി ഇരിക്കണം. മീഡിയ ഇതിനൊരു വലിയ പങ്ക് വഹിക്കേണ്ട ചുമതല അവർക്കുണ്ട്. 1-2 പേർ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. സമൂഹം രക്ഷപ്പെടും.
കുറച്ച് ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിനെ തുടച്ചു മാറ്റാൻ പറ്റുന്നില്ല. കാരണം വർഷങ്ങൾ കൊണ്ട് വേരർപ്പിച്ചതാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ കുറച്ച് സമയമെടുക്കും. ഈ സമയമെടുത്ത് നമ്മുടെ പുതിയ ഒരു തലമുറയെങ്കിലും, ഇനിയുള്ള തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.